ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കരിവേപ്പില ചമ്മന്തിപ്പൊടി. ആരും കരിവേപ്പില കളയരുതേ. നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിപ്പാണ്. നല്ല എല്ലാവരും കറിവേപ്പില പോലെ എന്ന് പറയുന്ന പോലെ എടുത്ത് കളയോ ചെയ്യൽ. പക്ഷേ നല്ല അടിപൊളി കരിവേപ്പില ചമ്മന്തിപ്പൊടിപ്പ് ഉണ്ടായാലേ കുട്ടികൾക്കെല്ലാം ദോശക്കും ഇഡ്ഡലിക്കും അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം പാർസലായിട്ട് പുറത്ത് പോകുന്നുണ്ട്. ഇഡ്ഡലിക്കെല്ലാം കഴിക്കാനില്ല നല്ല ചമ്മന്തിപ്പൊടിപ്പാണ്. ഇത് കണ്ടോ, എല്ലാം നല്ല സാധനമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പ്ലേറ്റ് നിറയെ കരിവേപ്പില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണേ. അധികം തീ ഇട്ടാൽ പെട്ടെന്ന് കരിണ്ടായി പോവുക ചെയ്യില്ല, അല്ലാതെ മുരിഞ്ഞ് കിട്ടൂല. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ തീ സ്ലോയിലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നിറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ താണ് പോയിക്കോളും. അത് നമുക്കൊന്ന് നല്ല പോലെ മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കരിവേപ്പില എടുക്കണം. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിയുമ്പം താണ് വന്നോളും. നമ്മൾ കരിവേപ്പിലയുടെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഇതായിട്ട് നല്ല കിലുകിലാന്ന് ശബ്ദത്തിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഒരു 50 ഗ്രാം ഉഴുന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് അതേപോലെ തന്നെ ഒരു 50 ഗ്രാമിൻ്റെ അടുത്ത് 50 ഗ്രാം കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വറുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടില്ലേ. ഉഴുന്നുപരിപ്പും ഉഴുന്നുപരിപ്പാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. കടലപ്പരിപ്പ് അതിൽ കുറച്ചും കൂടി കുറച്ചിട്ട് എടുക്കണ്ട. നമ്മൾ ഏകദേശം കരിവേപ്പില എടുക്കുന്നതിൻ്റെ കണക്കായിട്ട് നോക്കിയിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ ഏകദേശം ചെറിയൊരു പച്ച ഇതിലേക്ക് ഇട്ട് ഉണക്കമുളകിടാം. ഉണക്കമുളകിടുന്നില്ലേ, മുളക് പൊടി ഇടുന്ന ചെയ്യുക. അത് നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഉണക്കമുളക് എടുത്തത്, പൊടിയല്ല. ഈ ഉണക്കമുളക് തന്നെ എടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് നല്ല വറുത്തെടുക്കണം. ഞാൻ കുറച്ച് എരിവ് കൂടുതലാക്കണം. നമുക്ക് ചമ്മന്തിപ്പൊടിപ്പിന് നല്ല എരിവാണ്. ഇഡലിക്കും ദോശക്കും എല്ലാം നമുക്കിത് കഴിക്കാൻ പറ്റും. ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അന്നേരം വറുത്തിട്ട് മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ള് ജീരകം ഇട്ടിട്ടുണ്ട്, ചെറിയ ജീരകം. അത് വറുത്ത് പൊടിച്ചിട്ടിടുന്നവർ വറുത്തിട്ട് പൊടിച്ചിട്ടിടാം. ഞാനത് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ നല്ലപോലെ നല്ല വറുത്തായിട്ടുണ്ട്. ഉണ്ട്, നല്ല കളറ് നല്ല മഞ്ഞ കളറായി ബ്രൗൺ കളറായി വരുന്നുണ്ട്. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് മുളക് എല്ലാം. ഇതിൻ്റെ അതേപോലെ തന്നെ തീ മീഡിയത്തിലിട്ടിട്ടേ വറുക്കാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നല്ലപോലെ മുരിയാതെ കരിഞ്ഞു പോവും. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്യാം, കോരിയിടാം. എടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാൻ ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതായത് ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരണം. നല്ല വെളുത്തുള്ളി ഏകദേശം ആയി വരുന്നുണ്ട്, എന്നാലും കുറച്ചും കൂടി ആവണം. ആ ഒരു ബ്രൗൺ നിറം ആവണം. ഇതും
നമ്മുടെ വെളുത്തുള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട്. നമുക്കിതും കോരി ഇതിലേക്ക് ഇടാം. ഇപ്പോൾ ഇത് നമ്മൾ വറുത്ത് വെച്ച എല്ലാം ഇവിടെ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി തണുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൊടിക്കാത്തത്. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. നമുക്കിതൊന്ന് കുറച്ച് തണുത്തിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ ജാറാണ് എടുത്തത്. ചെറുതാകുമ്പോൾ അതിൽ പൊടിക്കുന്നില്ല. നമുക്കെല്ലാം ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇട്ടത് ചെറിയൊരളവിൽ ശർക്കര ഇട്ടിട്ടുണ്ട്. ഇതാ ഒരു ചെറിയ സ്പൂണ് അളവിൽ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പോലെ മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുക. അതൊരു കളറിനാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് ഇതാണ്, സ്കിപ്പ് ചെയ്യാതെ ഇടേണ്ട സാധനമാണ്. നമ്മൾ സാമ്പാർ കായും ഇല്ലേ, അതൊരു 1/4 ടീസ്പൂൺ പോലെ സാമ്പാർ കായും കൂടി ചേർക്കുക. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ഇതുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് പ്രത്യേകം ആയിട്ട് നിൽക്കുകയുള്ളൂ. നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഉപ്പ് ഒന്നിച്ച് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണില്ലേ, പിന്നെ അത് വേറെ തന്നെ ഇത് വരില്ലേ. അപ്പോൾ ഇതാ നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ പോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം വേണ്ടി വരും, പൊടിക്കുമ്പോഴത്തേനും അത്രയല്ലേ ഇതാവുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടിപ്പൂട റെഡി ആയിട്ടുണ്ട്. നല്ല കരിവേപ്പില ചമ്മന്തിപ്പൊടിപ്പൂട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.